അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐഡിയൽ ഫിൻസർവ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിലും അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഒരു വീഡിയോ ആക്കി തയ്യാറാക്കിയപ്പോൾ അതിലും ഈ രണ്ട് മീറ്റിങ്ങിലും അതുപോലെ തന്നെ വീഡിയോയിലും നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രത്നച്ചുരുക്കം എന്ന നിലയ്ക്ക് അതിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് അതിനു മുമ്പുള്ള മീറ്റിങ്ങുകളിലും അതിൻ്റെ പിന്നെ നടന്ന ചർച്ചകളിലുമൊക്കെയായി വിഷയങ്ങളുടെ ഒരു ആകത്തുക എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി മനസ്സിലാക്കാത്തവർ ഒന്നുകൂടി ആ വീഡിയോയും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് കേട്ട് വിഷയങ്ങൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നമ്മളുടെ റിക്കവറി വാലറ്റിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്. എന്താണ് ഐഡിയൽ ഫിൻസർവിൻ്റെ റിക്കവറി വാലറ്റ്, അത് MXT വാലറ്റ്, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള 5 വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഒന്നാമതായി എന്തുകൊണ്ടാണ് ഒരു റിക്കവറി വാലറ്റിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ ഇൻവെസ്റ്റർമാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വളരെ മാന്യമായി നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധിയും വിഷയങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട്, ബഹുഭൂരിഭാഗവും അങ്ങനെയുള്ള ആളുകളാണ്. അവർ പിന്നെ പ്രതിസന്ധി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കി എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ വിഷയങ്ങളിൽ ഒന്നും ഇടപെടാതെ നമ്മളോട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മാത്രം കൂടെ നിൽക്കുന്ന വളരെ കൂടുതൽ ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ വളരെ തന്ത്രപരമായി ഇടപഴകുന്ന ചില ആളുകളുണ്ട്. വളരെ സൗമ്യമായി വിഷയങ്ങളൊക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കുകയും സൗഹൃദത്തോടു കൂടെ തന്നെ സംസാരിക്കുകയും അതോടൊപ്പം ആ സൗഹൃദത്തെ കണക്കിലെടുത്തുകൊണ്ടെങ്കിലും എൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ചു തരണം എന്ന രൂപത്തിൽ അഭ്യർത്ഥിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ ഇമോഷണലി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ വീട്ടിലുള്ള സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിൽ എന്നെ സഹായിക്കണം എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എൻ്റെ ക്യാഷ് തിരിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കും, അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, ഒരു സ്കാമറാണ് എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കും, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയാക്കും തുടങ്ങിയിട്ടുള്ള പിന്നെ എന്താ പറയുക, പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല രൂപത്തിൽ ഇപ്പോൾ ഓരോന്നും വിശദീകരിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഇടപഴകുന്ന ആളുകളുണ്ടെങ്കിൽ പോലും ഇവരെ എല്ലാവരെയും ഒരേ കാറ്റഗറിയിൽ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പ്രൊവോക്ഡ് ആയ ആളുകൾ ആണെങ്കിലും നമ്മളോട് മാന്യമായി സംസാരിച്ച് നമ്മളുടെ പ്രതിസന്ധികളിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളായാലും അതുപോലെ തന്നെ ഇമോഷണലി കൈകാര്യം ചെയ്യുന്ന ആളുകളായാലും അവരൊന്നും ഒരു എന്താ പറയുക, നമ്മുടെ അടുത്ത് നിന്ന് ഒരു എന്തെങ്കിലും ഒരു ഔദാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ല നമ്മളോട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും എന്നതാണ് എന്നത് നമുക്ക് അറിയാം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. യഥാർത്ഥത്തിൽ അവരെ പ്രൊവോക്ക് ചെയ്യുന്നതും അവരെ പ്രതിസന്ധിയിലാക്കുന്നതും അവർ ഈ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതും ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ ഹേതു എന്ന് പറയുന്നത് അവർ വിശ്വസിച്ച് നമ്മളുടെ കയ്യിൽ പണം ഏൽപ്പിച്ചു എന്നതായതുകൊണ്ട് നമ്മൾക്ക് അവരെ എല്ലാവരെയും ഒരുപോലെ പണം തിരിച്ചു കൊടുക്കണം എന്ന ആഗ്രഹവും ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നേരത്തെ വിഡ്രോ ചെയ്ത ആളുകൾക്ക് നേരത്തെ കൊടുക്കുക എന്നൊരു സിസ്റ്റം ഉണ്ടാക്കിക്കൂടെ എന്ന്. അതേ സമയത്ത് നമ്മൾ ആ ഒരു സിസ്റ്റം നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ ലാഭത്തിലും നഷ്ടത്തിലും തുല്യ പങ്കാളിത്തം എന്ന നിലയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ തുടക്കത്തിലുള്ള ആളുകൾക്ക്, ആദ്യം വിഡ്രോ ചെയ്ത ആളുകൾക്ക് അവരുടെ പണം അതുപോലെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രാക്ടിക്കലായ രൂപമാവില്ല. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന നഷ്ടവും ഇപ്പോഴുള്ള പ്രതിസന്ധിയും ഒക്കെ കൂടെ ഒരു പ്രാക്ടിക്കലി നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്ന ഒരു രൂപമല്ല ആദ്യം ചോദിച്ച ആളുകൾക്ക് ആദ്യം കൊടുക്കുക എന്ന രൂപത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇതിലൊരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക എന്നത് ഒരു പ്രാക്ടിക്കൽ അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും
അതോടൊപ്പം പ്രൊവോക്ഡ് ആയ ചില ആളുകൾ നമ്മളിൽ നിന്ന് മറുപടി കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടേതായ ന്യായങ്ങൾ കാരണമോ പിന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായ നടപടികളിലേക്കോ കാര്യങ്ങളിലേക്കോ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കമ്പനിയെ മൊത്തത്തിൽ നശിപ്പിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു പിന്നെ വലിയ മാസീവായ ക്യാമ്പയിൻ ഇപ്പോൾ പ്രത്യേകിച്ച് താടി തലപ്പാവ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹലാൽ ബിസിനസ് എന്ന രൂപത്തിലൊക്കെ പിന്നെ മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കി എന്ന രൂപത്തിലൊക്കെ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ആ ഒരു രൂപത്തിൽ പിന്നെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ വിഷയത്തിലുള്ള ഒരാളുകളുടെ ചൊറി പിടിച്ചു കൊടുക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് മാന്താനുള്ള ഒരു അവസരം, ഒരു രസം, ചൊറിയുള്ളിടത്ത് മാന്തണ പോലെ അതിനെ എൻജോയ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഇട്ട് കൊടുത്താൽ ആ പിന്നെ രൂപത്തിൽ അതങ്ങനെ ഫ്ലെയിമബിൾ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനി എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം ആ ഒരു സാഹചര്യം ഏത് സാഹചര്യത്തെയും നേരിടാൻ നമ്മൾ തയ്യാറാകണം എന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ്. അങ്ങനെ നേരിട്ടാൽ പോലും ഇപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിന് ഹേതു ആയ ആളുടെ പോലും പണം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു റിക്കവറി വാലറ്റ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന വഴി അതാണ്. ആ റിക്കവറി വാലറ്റ് സിസ്റ്റം എന്താണ് എന്നത് നമുക്ക് ബാക്കി 4 കാര്യങ്ങളിൽ കൂടി നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത് എന്തുകൊണ്ടാണ് റിക്കവറി വാലറ്റിലേക്ക് പോകേണ്ടി വന്നത്? ഒന്ന്, പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത്. രണ്ടാമത് പിന്നെ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാസീവായ ന്യൂസോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാമ്പയിനോ വന്നാൽ പോലും ഇതിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ നേരിട്ടാൽ പോലും നിങ്ങളുടെ ഇൻവെസ്റ്റർമാരുടെ ഒരാളുടെ പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതിലേക്ക് ഫണ്ട് പിന്നെ ഒരാളുടെ പോലും പണം നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു ഒരു റിക്കവറി വാലറ്റ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കമ്പനി നിർബന്ധിതമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പിന്നെ ഈ ഒരു സാഹചര്യത്തിന് കാരണം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ വാലറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വാങ്ങി അത് പിന്നെ പല ആളുകളും ഈ വിഷയം ചോദിക്കാറുള്ളതാണ്. നിങ്ങൾക്ക് നഷ്ടം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളത് തിരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കാറുണ്ട്. വളരെ ന്യായമായി അവർക്ക് മനസ്സിലായതനുസരിച്ചിട്ടുള്ളൊരു ചോദ്യമാണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പണം ഒരു ബാങ്ക് അക്കൗണ്ടിൽ അല്ല ഉള്ളത്. നമ്മൾ പൂർണ്ണമായും മാർക്കറ്റിലേക്ക് ഇറക്കി ആ മാർക്കറ്റിൽ പല കമ്പനികളിൽ നിന്നും കിട്ടാനുള്ളതായിട്ട് നമുക്ക് ക്യാഷ് ഉണ്ട്. നമ്മളുടെ തന്നെ ഫാക്ടറിയിലേക്ക് അഡ്വാൻസ്ഡ് പർച്ചേസിന് വേണ്ടി അയച്ച പണം അവിടുത്തെ ബിസിനസ് ഇഷ്യൂ കാരണം പ്രോഡക്റ്റ് തരാത്തതിൻ്റെ പേരിൽ അവിടെ നിൽക്കുന്ന പണമുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റായി ഒമാനിൽ പിന്നെ എന്താ പറയുക സ്റ്റോക്കായിട്ടിരിക്കുന്ന പിന്നെ എമൗണ്ട് ഉണ്ട്. ഇവിടെ നാട്ടിൽ സ്റ്റോക്കായിട്ടിരിക്കുന്ന എമൗണ്ട് ഉണ്ട്. അതുപോലെ പിന്നെ പല രൂപത്തിലായി ഈ പണമായിട്ടല്ല, ക്യാഷ് ആയിട്ടല്ല ഉള്ളത്, സ്റ്റോക്കായിട്ടും അതുപോലെ തന്നെ അസറ്റായിട്ടും അതുപോലെ ഇങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് കിട്ടാനുള്ളതൊക്കെ ആയിട്ടാണ് ഈ എമൗണ്ട് ഉള്ളത്. അപ്പോൾ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള എമൗണ്ടിന് തിരിച്ചു കൊടുക്കുക എന്നൊരു ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു നടപടി ഒരിക്കലും ഇതിൽ പ്രാവർത്തികമാവില്ല എന്നുള്ളത് ഒരു വിഷയം അതിലുണ്ട്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ പ്രോജക്റ്റുകളെ വ്യത്യസ്ത MXTകളാക്കിയിട്ട് അതിലേക്കാണ് ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആകത്തുക എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയൽ ഫിൻസർവ് എന്ന ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ, ഒരു വ്യവഹാരത്തിലേക്ക് വിഷയങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെയെല്ലാം ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടേ കാണാൻ കഴിയുള്ളൂ എന്നൊരു വിഷയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി റിക്കവറി വാലറ്റിൽ ഒറ്റ കമ്പനി, ഒറ്റ ഷെയർ, ഒറ്റ MXT എന്ന രൂപത്തിലേക്കായിരിക്കും അതിനെ മാറ്റേണ്ടി വരിക എന്നതുകൊണ്ട് അതിനെ അങ്ങനെ ഒരു രൂപത്തിലേക്കാണ് ഈ വാലറ്റ് സിസ്റ്റത്തിൽ, അതായത് റിക്കവറി വാലറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി അതിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ തിരിച്ചടവ് ഉണ്ടാവുക എന്നുള്ളതാണ്. തിരിച്ചടവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ
പിന്നെ നമുക്ക് 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ ഇതിൻ്റെ ബാക്കപ്പ് അക്കൗണ്ടുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മളുടെ നാട്ടിലെ തന്നെ ഐഡിയൽ ഫിൻസർവിൻ്റെ സാധാരണ ഒരു ബാങ്കിൽ, അതായത് IDBI ബാങ്കിലുള്ള കമ്പനിയുടെ ഒരു പുതിയ അക്കൗണ്ട് MXT ഐഡിയൽ ഫിൻസർവ് LLP എന്ന സ്ഥാപനത്തിൻ്റെ പേരിലുള്ള മലപ്പുറം IDBI ബ്രാഞ്ചിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഒന്നാമത്തെ ബാക്കപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒരു ബിനാൻസ് അക്കൗണ്ട്, അതായത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു അക്കൗണ്ട്. എന്തെങ്കിലും തരത്തിലെ പിന്നെ ഒരു ഇടപാടുകൾ കൊണ്ട് നമ്മളുടെ ബാങ്ക് ഫ്രീസ് ചെയ്താൽ നമ്മളുടെ നാട്ടിലെ പിന്നെ ബാങ്കിങ് സിസ്റ്റം ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു കേസോ വ്യവഹാരമോ വന്നാൽ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അപ്പോഴും ഈ വാലറ്റ്, ഈ റിക്കവറി സിസ്റ്റം, അതായത് ഒരാളുടെയും പണം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ആ റിക്കവറി സിസ്റ്റം നടക്കണം എന്നതുകൊണ്ട് ഒരു ബിനാൻസ് വാലറ്റ്, അതുപോലെ തന്നെ ഒരു ഒമാൻ അക്കൗണ്ട്, നമ്മുടെ കമ്പനിക്ക് ഒമാനിൽ ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് ഒരു ഒമാൻ അക്കൗണ്ട് സോഹാർ ബാങ്കിലെ റൂവി പിന്നെ സ്ട്രീറ്റിലെ സോഹാർ ബ്രാഞ്ചിലെ ഒരു പിന്നെ അക്കൗണ്ട്, ഇങ്ങനെ 3 അക്കൗണ്ടുകൾ ബാക്കപ്പ് അക്കൗണ്ടുകളായി ബാങ്ക് അക്കൗണ്ടുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന വരുമാനം, അതുപോലെ തന്നെ ഇതിലുള്ള സ്റ്റോക്ക് ക്ലിയറൻസ്, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പണം ഈ 3 അക്കൗണ്ടുകളിലായിട്ട് 3 രൂപത്തിൽ വ്യത്യസ്ത കറൻസികളായിട്ടുള്ള 3 രൂപത്തിലാണ് നമ്മൾ നിക്ഷേപിക്കുക. അതിലുള്ള ലിക്വിഡിറ്റി എമൗണ്ട്, അപ്പോൾ ആ ലിക്വിഡിറ്റി എമൗണ്ടിനെ വിഡ്രോവൽ എമൗണ്ട് ആയിട്ട് ആ ലിക്വിഡിറ്റി അക്കൗണ്ടുകളിൽ എത്രയാണോ ഉള്ളത് ആ ഒരു എമൗണ്ടിനെ നമുക്ക് വിഡ്രോവബിൾ എമൗണ്ട് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഷെയർ വാല്യൂ അതാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. പക്ഷേ വിഡ്രോവബിൾ എമൗണ്ട് അതായിരിക്കും ഉണ്ടാവുക. ഒരാൾ വിഡ്രോ ചെയ്താൽ അപ്പോൾ അയാൾക്ക് കിട്ടുക ഇതിൽ മൊത്തം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനെ അത്രയും എണ്ണമായി ഈ 3 അക്കൗണ്ടുകളിലുള്ള മൊത്തം പണത്തെയും ഒരു എമൗണ്ട് ആക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് എത്ര ഷെയറുകളാണോ കമ്പനിക്കുള്ളതെന്ന് വെച്ചാൽ അത്രയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള ഒരു ഷെയർ വാല്യൂ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ പരമാവധി ഏതൊക്കെ നിരക്ക് വരുമാനം ഉണ്ടാക്കിയിട്ട് ഈ ബാക്കപ്പ് അക്കൗണ്ടുകളിൽ ഫണ്ട് കൊണ്ടുവരാൻ കഴിയുമോ ആ പരിശ്രമമാണ് നമ്മൾ നടത്തുക. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ റിക്കവറി നടക്കുന്നത് വരെ ഡിവിഡൻഡ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ പിന്നെ ലാഭവിതരണം മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പിന്നെ റിക്കവറി വാലറ്റിലേക്ക് ബാക്കപ്പ് അക്കൗണ്ടിലേക്ക് ഫണ്ട് നിക്ഷേപിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ നിക്ഷേപിക്കുന്നത് എല്ലാവർക്കും അറിയാൻ കഴിയും. നമ്മളെ വാലറ്റ് സിസ്റ്റത്തിൽ എല്ലാവർക്കും നമ്മൾ എത്ര രൂപ ഇട്ടിട്ടുണ്ട് എന്നത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആരെങ്കിലും വിഡ്രോ ചെയ്താൽ അവർക്ക് അറ്റ് ദ ടൈം ആ പിന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ 3 അക്കൗണ്ടുകളിലായിട്ടുള്ള പണത്തിൽ നിന്ന് ബാക്കപ്പ് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് അപ്പോഴത്തെ വിഡ്രോവബിൾ എമൗണ്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. ആർക്ക് വേണമെങ്കിലും എപ്പോഴും വിഡ്രോ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇപ്പോൾ ഈ ഒരു 1.5 കൊല്ലത്തിന്, അറ്റ്ലീസ്റ്റ് ഈ 1.5 കൊല്ലത്തിനേക്ക് ആരും വിഡ്രോ ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ അതിന് വളരെ നാരോ ആയിട്ടുള്ള ഒരു പിന്നെ വിലയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വിഡ്രോ ചെയ്താൽ അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുക. അതുകൊണ്ട് ആരും വിഡ്രോ ചെയ്യരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിൽ പോലും വിഡ്രോ ചെയ്താൽ അവർക്ക് വിഡ്രോബിൾ വാല്യൂ അനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് കിട്ടും. അവരുടെ ഷെയറിൻ്റെ ഇടപാട് അതോടുകൂടെ ക്ലോസ് ആവുകയും ചെയ്യും. ഒരു പിന്നെ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ക്ലോസ് ആവുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ വിഡ്രോവൽ വാലറ്റിനെ മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ എല്ലാവരുടെ പണവും തിരിച്ചു കൊടുത്തതിന് ശേഷം പഴയ IMA ആപ്പിലേക്ക് തന്നെ തിരിച്ചു വരികയും തുടർന്ന് അതിലുള്ള നമ്മുടെ നിക്ഷേപകരെ മുഴുവൻ അതുപോലെ തന്നെ അവരുടെ എമൗണ്ട് തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ കമ്പനി നിലനിൽക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് അപ്പോഴും കിട്ടുന്ന വരുമാനത്തെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷനോട് കൂടിയാണ് ഈ കമ്പനി ഉണ്ടായത്. പ്രതിസന്ധി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എങ്കിൽ പോലും അതിൽ ആര് എന്ത് എന്നൊന്നും നോക്കാതെ അപ്പോഴും നമ്മളെ കമ്പനി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വരുമാനം അവർക്ക് കിട്ടുന്ന തരത്തിൽ IMA ആപ്പിനെ നിലനിർത്തണം. അത് നിലനിർത്തും. ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഈ റിക്കവറിയും അതുപോലെ തന്നെ ഈ പിന്നെ പ്രശ്നങ്ങളും തീരുന്നത് വരെ നമ്മൾ ഒരു റിക്കവറി വാലറ്റിലേക്ക് മാറുകയാണ്. അതാണ്
ഈ പിന്നെ ഇതിലുണ്ടാവുക. അപ്പം അതിൻ്റെ പിന്നെ സിസ്റ്റം ഇങ്ങനെയാണ്. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും വിത്‌ഡ്രോ ചെയ്യാം. പക്ഷേ വിത്‌ഡ്രോ ചെയ്യരുത്. ചെയ്താൽ അപ്പോഴത്തെ വിത്‌ഡ്രോവബിൾ വാല്യൂ അനുസരിച്ച് നിങ്ങളുടെ ഷെയർ ക്ലോസ് ആയി പോകും. കമ്പനിയുമായുള്ള ഇടപാട് അതോടുകൂടെ, കാരണം നഷ്ടത്തിലും ലാഭത്തിലും തുല്യ പങ്കാളിത്തം എന്ന നിലക്കാവുമ്പോൾ അപ്പോൾ നഷ്ടം സഹിച്ചുകൊണ്ട് ഒരാൾ വിത്‌ഡ്രോ ചെയ്തതുപോലെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ആ ഒരു സിസ്റ്റം ആ ഒരു പിന്നെ രീതിയിൽ ആരും വിത്‌ഡ്രോ ചെയ്യരുത് എന്നാണ് അതിൽ അറിയിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ റിക്കവറി വാലറ്റിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആപ്പിൻ്റെ യൂസ് കേസും ബെനിഫിറ്റ്സും ആണ്. അതായത് നമ്മളുടെ ഈ റിക്കവറി വാലറ്റ് സിസ്റ്റത്തിൻ്റെ യൂസ് കേസും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും ആണ് പറയാനുള്ളത്. ഈ പിന്നെ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു പിന്നെ ഇതിൽ നമ്മളൊരു വാലറ്റ്, അതുപോലെ തന്നെ ഒരു MXT ടോക്കൺ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിസ്റ്റം നമുക്ക് ഇതുപോലെ, അതായത് അതിൽ നിക്ഷേപിക്കുന്ന ബാക്കപ്പ് ഫണ്ടിൻ്റെ സപ്പോർട്ടോടു കൂടെ ആര് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അവർക്ക് ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ അനുസരിച്ച് കൊണ്ടുള്ള പിന്നെ MXT ടോക്കൺ അലോട്ട് ചെയ്ത് കിട്ടുമ്പോൾ അത് അതിൻ്റെ 1.5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പഴയ വാല്യൂയിലേക്ക് എത്തുന്ന അതായത് അതിൻ്റെ ഒറിജിനൽ വാല്യൂയിലേക്ക്, അതായത് ഈ MXT ഈക്വൽ ടു 1 റൂപ്പി എന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് വലിയ എമൗണ്ടോട് കൂടെ തിരിച്ച് കിട്ടാൻ പറ്റുന്ന ഒരു പിന്നെ സിസ്റ്റം ഉണ്ടാവുന്നത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു റിസർവ് ഫണ്ടിനെ പിന്നെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ടോക്കൺ ആയതുകൊണ്ട് ഈ സിസ്റ്റത്തിനെ ഒരു നെവർ ഡിസ്ക്രീസിങ് ടോക്കണായിട്ട്, അതായത് ഒരിക്കലും ഷെയർ വാല്യൂ കുറയാത്ത ഒരു പിന്നെ ഷെയറായിട്ട് ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും ഇൻ ഫ്യൂച്ചർ. അപ്പം ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് ഈ സിസ്റ്റത്തെ നമ്മുടെ റിക്കവറിക്കും ഇതിനൊക്കെ ശേഷം ഈ സിസ്റ്റത്തെ ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കലും വാല്യൂ കുറയാത്ത, ഒരാളുടെ പണവും നഷ്ടപ്പെടാത്ത, ബാക്കപ്പ് റിസർവ് ഉള്ള, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രോജക്റ്റുകളുടെ ഇൻകം സപ്പോർട്ടുള്ള ഒരു പിന്നെ കറൻസി ആക്കി, അതായത് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റാനൊക്കെ ലിസ്റ്റ് ചെയ്യാൻ നമ്മളെ രാജ്യത്തെ നിയമങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള അതിന് വേണ്ട കോംപ്ലിയൻസസ് ഒക്കെ നമുക്ക് നേടിയെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പിന്നെ സിസ്റ്റം നമുക്ക് നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ഈ പിന്നെ സിസ്റ്റത്തിൻ്റെ യൂസ് കേസ്, ഒരു ഇത്തരത്തിലുള്ള ടോക്കണിൻ്റെ സപ്ലൈ, അതിൻ്റെ ഉപഭോക്താക്കൾ ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു അധ്വാനം ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ നെഗറ്റീവ് കൊണ്ട് ഈ പിന്നെ ടോക്കണിന് ഒരുപാട് ആളുകൾ അത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ പിന്നെ ഇതിനെ ഈ ലിസ്റ്റ് ചെയ്യേണ്ട തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അത്രയും ആളുകളുടെ പിന്നെ ഹോൾഡിങ്സും കാര്യങ്ങളും നമുക്ക് ഈ വിഷയത്തിൽ കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ ഒരു ഓട്ടോമേറ്റഡ്, ഇപ്പോഴത്തെ നെഗറ്റിവിറ്റിയെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം അതിൽ ഉണ്ടാവട്ടെ. അപ്പം അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് പിന്നെ ഈ MXT ടോക്കൺ, അതായത് നമ്മൾ റിക്കവറി വാലറ്റിന് അഡീഷണലായി നമ്മളുടെ റിക്കവറീസ് പിന്നെ പ്രയോറിറ്റി പിന്നെ പ്രശ്നമില്ലാതെ പരിഹരിക്കാൻ കഴിയുന്നു എന്നതിലപ്പുറം നമുക്കുള്ളൊരു പിന്നെ യൂസ് കേസും അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇതിനെ കുറിച്ചിട്ടുള്ള ഈ പിന്നെ ടോക്കണെ കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ അതിൻ്റെ ഒരു വൈറ്റ് പേപ്പർ എന്ന നിലക്ക് ഈ ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് അതിൽ വളരെ ഡീറ്റെയിൽ ആയി വിഷയങ്ങളെക്കുറിച്ച് എല്ലാം പരാമർശിച്ചുകൊണ്ട്, എന്താണ് അതിൽ ഓരോ പിന്നെ ഇതിൻ്റെ അൽഗോരിതത്തെക്കുറിച്ച് പോലും വിശദീകരിച്ചു കൊണ്ടുള്ള പിന്നെ വൈറ്റ് പേപ്പർ അതിൽ ലഭ്യമാണ്. അത് വായിച്ച് നോക്കാം. അത്തരം വിഷയങ്ങൾ പിന്നെ ഇതിൻ്റെ നെഗറ്റിവിറ്റി എങ്ങനെയാണ് പോസിറ്റീവായി മാറുന്നത് എന്നതടക്കമുള്ള വിഷയങ്ങൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ്. നോക്കാം, താല്പര്യമുള്ള ആളുകൾക്ക് വായിച്ച് നോക്കാം എന്നതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിലൊരു റോഡ് മാപ്പാണ്. നമ്മൾ എത്ര സമയം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ വിഷയത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു 6 മാസം കൊണ്ട്, ഇതൊക്കെ ഒരു എക്സ്പെക്റ്റേഷനാണ്, ഒരു കമ്മിറ്റ്മെൻ്റായി നിങ്ങൾ പറഞ്ഞൊരു ഡേറ്റ്. നേരത്തെയൊക്കെ നമ്മളൊരു റിക്കവറി സമയം പറയുമ്പോൾ നമ്മൾ 2 മാസം കൊണ്ട് നമ്മളെ പ്രതിസന്ധിയൊക്കെ സോൾവ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ
ആ ആദ്യം ഒരു 2 മാസം പറഞ്ഞു. പിന്നെ 4 മാസം, പിന്നെ ഒരു 6 മാസം ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്, പിന്നെ നിങ്ങൾക്കൊരു വാക്കിനൊരു വ്യവസ്ഥ ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ പറയാ. ആ ഒരു രീതിയിലല്ല ഇതിനെ എടുക്കേണ്ടത്. നമ്മളൊരു ബിസിനസ് അവതരിപ്പിക്കുമ്പോ അതിന്റെ സാധ്യതകൾ പറയുമ്പോ, അത് സാധ്യതകളാണ്. അതുപോലെ തന്നെ ചാലഞ്ചസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഉണ്ട്. റീ പിന്നെ സാധ്യതകൾ പറയുന്നത് പോലെ തന്നെ ഒരു ചാലഞ്ചസും ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ ബിസിനസ് എന്ന നിലക്ക് അതിനെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ പറയുന്നത് പോലെ തന്നെ 6 മാസത്തിനുള്ളിൽ നമ്മൾ ബാക്ക് ടു നോർമൽ, മുമ്പ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഡിവിഡൻഡ് കൊടുക്കാതെ അത് മുഴുവൻ ഈ റിക്കവറി വാലറ്റിലേക്ക്, ബാക്കപ്പ് ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വളരെ ഫാസ്റ്റായിട്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക, റിക്കവറിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി ആ ഒരു ഫാസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു പിന്നെ 1½ ടു 1.5 മുതൽ 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ എമൗണ്ട് പൂർണ്ണമായും ബാക്കപ്പ് ആകുമെന്നാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഇൻകം സോഴ്സ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള നമ്മളുടെ പ്രതീക്ഷ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രതീക്ഷ ഇൻഷാ അള്ളാഹ് 1.5 കൊല്ലം മുതൽ 2 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ പിന്നെ റിക്കവറി, പൂർണ്ണമായ റിക്കവറി നമ്മളെത്തും. നമ്മുടെ കമ്പനി പിന്നെ എന്താണ് ബാക്ക് ടു നോർമൽ ആകുമെന്നല്ല, അതിലപ്പുറത്തേക്ക് നമ്മളുടെ അതായത് 1 MXT ഈസ് ഈക്വൽ ടു 1 rupee എന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻഷാ അള്ളാഹ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 1 rupee ഈസ് ഈക്വൽ ടു 1 MXT എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ആളുകൾ മുഴുവനായി വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കുറച്ച് ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോംപ്ലിയൻസസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അപ്പോഴത്തെ ലീഗൽ വിഷയങ്ങളൊക്കെ കോംപ്ലിയൻസസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇതിനെ എങ്ങനെ ബൈനാൻസിലേക്ക്, നമ്മുടെ രാജ്യം ക്രിപ്റ്റോ കറൻസിയെ, അങ്ങനെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം വിലക്കിയിട്ടുള്ളതല്ല, നമ്മുടെ രാജ്യത്തിൽ നിയമവിധേയമാണ്. പക്ഷെ അതിൽ നിന്ന് വരുമാനം എടുക്കുമ്പോൾ 30% ടാക്സ് കൊടുക്കണം എന്നൊരു വെല്ലുവിളിയാണ് അതിനുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അത് ഏതൊക്കെ തരത്തിലാണ്, എന്തൊക്കെ കോംപ്ലിയൻസസ് ആണ് ഒരു ക്രിപ്റ്റോ കറൻസി ഇഷ്യൂ ചെയ്യാൻ വേണ്ടത് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അതല്ല ഒമാനിൽ നമുക്ക് കമ്പനി ഉണ്ടായതുകൊണ്ട് അവിടുത്തെ പിന്നെ കമ്പനിയുടെ പുറത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, രണ്ടിലേതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ പിന്നെ എക്സ്ചേഞ്ചിൽ ഇതിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം നമ്മൾ അപ്പോൾ ഇൻ ഫ്യൂച്ചർ അപ്പോൾ നമ്മളതിന് പരിശ്രമിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റോഡ് മാപ്പ് എന്ന് പറയാനുള്ളത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഇതിൽ ഒരു കാര്യമാണ് അഞ്ചാമതായിട്ട് നിങ്ങളോട് ഉണർത്താനുള്ളത്. ഇതിൽ പിന്നെ കുറേ ആളുകൾ നമ്മളോട് വളരെയധികം സഹകരിക്കുകയും നമ്മളുടെ എല്ലാ പ്രതിസന്ധികളും അറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും ചിലപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അർഹിച്ച പരിഗണന നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പലപ്പോഴും റിപ്ലൈ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. റിപ്ലൈ നമ്മൾ കൊടുക്കാതിരിക്കുന്നതല്ല, ആദ്യം നമ്മൾ ആ വിഷയങ്ങളൊക്കെ ഓൾറെഡി സംസാരിച്ചതാണ്. ഒരു കമ്പനി പ്രതിസന്ധിയിലാവുമ്പോൾ സ്വാഭാവികമായും മാനേജ്മെൻറ്റിൻ്റെ അടുത്തുള്ള വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലുള്ള പിന്നെ കുറ്റപ്പെടുത്തലുകളുമായി ആളുകൾ, വലിയ സമ്മർദ്ദം ഈ ഫോൺ എടുക്കുന്ന ആളുകൾക്ക് മുകളിൽ സ്വാഭാവികമായിട്ടും വരും. അപ്പം സ്റ്റാഫ് ആകുമ്പോൾ, അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാവുമ്പോൾ അവർക്കൊരു പരിധി വരെ അത്തരത്തിലുള്ള പ്രഷർ താങ്ങാൻ കഴിയുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് പ്രഷർ വരുമ്പോൾ അവർ സ്വാഭാവികമായും അത് ഏറ്റെടുക്കൂല. അപ്പോൾ ആ ഏറ്റെടുക്കായ്മ ഈ വിഷയത്തിലും സ്വാഭാവികമായും അനുഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ പിന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മളുടെ പിന്നെ 3 ആളുകൾ ആ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രാജിവെച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇനി ഒരാൾ നമ്മുടെ ചീഫ് ഫൈനാൻസിങ് ഓഫീസറായിട്ടുണ്ടായിരുന്ന സാബിക് ഭായ് ആണ്. അദ്ദേഹം കൂടി പിന്നെ കണക്കുകളും കാര്യങ്ങളും നോക്കണതിൽ പിന്നെ ഒക്കെ വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. പുള്ളിയും കൂടി രാജിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രഷർ പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ സത്യത്തിൽ പിന്നെ നമ്മളുടെ ഇപ്പം നിലവിൽ ബാക്കിയുള്ള പിന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോൺ എൻ്റെ കൈവശമാണുള്ളത്. ഇൻഷാ അള്ളാഹ് ഫോൺ എൻ്റെ കൈവശം, ഇത് നമ്മളെ 6266
20 എന്ന് ലാസ്റ്റുള്ള നമ്പർ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പരമാവധി ഇൻഷാ അള്ളാ റിപ്ലൈ എല്ലാവർക്കും തരാൻ ഞാൻ ശ്രമിക്കാം. എങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ പണികളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മറുപടി കൊടുക്കലും പറച്ചിലും മാത്രം കൊണ്ടിരുന്നാൽ പറ്റൂല. അപ്പോൾ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾക്ക് ഒരു പക്ഷേ അന്ന് തന്നെ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ പരമാവധി പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കും. എന്തായാലും ഈ വിഷയം നമ്മൾ സോൾവ് ചെയ്യും. ഈ റിക്കവറി വാലറ്റിലൂടെ എല്ലാവരുടെ പണവും പ്രയോറിറ്റിക്ക് ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ നമ്മളത് തിരിച്ചു തരും. അപ്പം ഈ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നതോടൊപ്പം നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുക കൂടി ചെയ്യാണ്. അത് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.